ഹലോ, രാവിലെ തന്നെ ഇതേ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. മീൻകാരൻ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഇതേ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നെത്തോലിയും ഉണ്ട്, മത്തിയുണ്ട്, നമ്മുടെ പ്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പം നല്ല നെയ്മത്തി വാങ്ങിച്ചിട്ടുണ്ട്. നെയ്മത്തിയും വാങ്ങിച്ചു, കുറച്ച് കൊഞ്ചുടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് മീൻ പൊരിച്ചതിന് ശേഷം ഒരു മാങ്ങയും മുരിങ്ങയ്ക്കോടും ഇട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് മുരിങ്ങയ്ക്കയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ടുള്ള ഒഴിച്ചുകറി വെക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാങ്ങയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കാണ് കേട്ടോ അരപ്പെടുക്കുന്നത്. അരപ്പിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, 1 കപ്പ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, 1 പീസ് കൊച്ചുള്ളി, ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. മീനിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുരുമുളക് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് കുറച്ച് നേരം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ആ മീനിലേക്ക് പിടിച്ച് കിട്ടും. കുറച്ച് മീൻതലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തി പൊരിച്ചത് ഇതേ നല്ല എണ്ണയിലിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മത്തി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കറി ഉണ്ടല്ലോ, നമ്മുടെ പച്ചമാങ്ങയും മുരിങ്ങയ്ക്കോടും ഇട്ട കറി, അതിലേക്ക് ഇതേ അരപ്പൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. എപ്പോഴും നമ്മൾ വെള്ളക്കറി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് കൊടുക്കാവേ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയുള്ള വെള്ളക്കറിയും നമ്മുടെ മീൻ പൊരിച്ചതും, ചൂട് മീൻ പൊരിച്ചതും ചോറൂടെ കഴിച്ചു നോക്കണം കേട്ടോ. എന്നാ രുചിയാണ് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പം നമ്മുടെ മത്തിയല്ലേ, മത്തിയാകുമ്പം ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കറി ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതേ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കൊച്ചുള്ളി ഒന്ന് നുറുക്കിയത് ഇട്ട് കൊടുക്കാവേ.
കൊച്ചുള്ളി നുറുക്കിയതും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതൊന്ന് താളിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മണം ആ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ താളിപ്പൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ചിന് ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഈ 2 കറിയും തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. നമ്മുടെ പച്ചമാങ്ങയൊക്കെ കറിയിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറും നമ്മുടെ വെള്ളക്കറിയും മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് കഴിച്ചിട്ട് കാണാം കേട്ടോ.